എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. അരി പൊടിക്കുകയോ വറുക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ കിടിലം ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു അവലോസ് പൊടിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ 6 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. എടുത്ത് വെച്ചിരിക്കുന്ന 6 ബ്രെഡും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എടുക്കുന്ന ജാറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ബ്രെഡ് ഇട്ട് കൊടുത്തോളൂ. ഒരുപാട് കുത്തി നിറച്ചിട്ടാൽ പൊടിഞ്ഞു കിട്ടാൻ പാടാണ്. ഈ പൊടിച്ചെടുത്ത ബ്രെഡ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി കൈ കൊണ്ട് നന്നായി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ബ്രെഡും ഇതേപോലെ പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും കൈ കൊണ്ട് നന്നായി ഇതുപോലെ ഇളക്കി ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ബ്രെഡ് പൊടിച്ചെടുത്ത അതേ ജാറിൽ തന്നെ 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്ത് അതും ഒന്ന് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ തേങ്ങയും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് 1/2 ടീസ്പൂൺ ജീരകവും 3-4 ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായി ഒന്ന് ഞെരടി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ കൈകൊണ്ടെല്ലാം നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വറുക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് നേരം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷമേ ബ്രെഡിൻ്റെയും തേങ്ങയുടെയൊക്കെ നനവൊന്ന് മാറിക്കിട്ടുകയുള്ളൂ. ഫ്ലെയിം മീഡിയത്തിൽ ഇട്ട് കൊടുത്ത് ഇതേപോലെ കുറച്ച് സമയം നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ബ്രെഡിൻ്റെയും തേങ്ങയുടെയൊക്കെ നനവൊക്കെ മാറി കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും നല്ലതുപോലെ മൂത്ത് പരുവാകുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇത് നന്നായി മൂത്ത് കിട്ടിയെന്ന് അറിയാൻ വേണ്ടി കയ്യിൽ കുറച്ചെടുത്ത് നല്ലതുപോലെ ഒന്ന് ഞെരടി കൊടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുകയാണെങ്കിൽ നല്ല പരുവായിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ബ്രെഡും തേങ്ങയും എല്ലാം നന്നായിട്ട് മൂത്ത് പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് നിരത്തി കൊടുത്ത് ചൂടൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചൂട് നന്നായി മാറിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലിട്ട് സൂക്ഷിച്ചു വയ്ക്കാം. അരി പൊടിക്കാതെയും വറുക്കാതെയും ഒക്കെ അതേ ടേസ്റ്റിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.